നമസ്കരണം. നമ്മുടെ വളരി അമ്പലം വളരെ പ്രാചീനമായൊരു അമ്പലമാണ്, വളരെ പുരാതന അമ്പലമാണ്. അതൊരു കുടുംബക്കാരുടെ ഒരു താമസ സ്ഥലമായിട്ടാണ് പണ്ട് ഐതിഹ്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 4 ദേശക്കാരുടെ അമ്പലമാണ്. അയ്യന്തോട്, പുതൂർക്കര, വളരി, പുല്ലരി, ഇങ്ങനെ 4 ദേശക്കാരാണ് ഈ അമ്പലം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 4 ദേശക്കാരും അതിൽ ഇടപെട്ട് അങ്ങനെ ഒരു ക്ഷേത്രം പണിയണമെന്നായി. അങ്ങനെ ക്ഷേത്രം പണിത് ഇവിടെ താമസിച്ചിരുന്ന വീട്ടുകാരെ കുറച്ച് ദൂരെ പുതൂർക്കര ഭാഗത്തേക്ക് താമസം മാറ്റുകയും അങ്ങനെയാണ് ഈ അമ്പലം ഉത്ഭവിച്ചിട്ടുള്ളത്. വളരിക്കര ഭഗവതി ക്ഷേത്രം നേരത്തെ പറഞ്ഞ പോലെ 4 തട്ടകത്തെ ദേശക്കാരുടെ ക്ഷേത്രമാണ്. പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് വേല അല്ലെങ്കിൽ താലപ്പൊലി എന്ന് പറയുന്ന ഉത്സവം. നമുക്ക് വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. വൃശ്ചികം 1 മുതൽ സാധാരണ 41 ദിവസമാണ് മണ്ഡലകാലം ആചരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ വേല എന്നാണ് കഴിയുന്നത് അന്ന് വരെ നമ്മൾ കളമെഴുത്തും പാട്ടും നടത്തുന്നു. അതൊരു പ്രത്യേകത തന്നെയാണ്. പല സ്ഥലത്തും ഇതിന് 10 കൂടിയാണ് മണ്ഡലവേല അവസാനിക്കുന്നത്. പക്ഷേ ജനുമാസത്തിലെ കൊടിയാഴ്ച മിക്കവാറും ജനുവരിയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരിക്കും നമ്മുടെ താലപ്പൊലി വരുന്നത്. അന്നേ ദിവസം വരെ ആയിരിക്കും നമ്മുടെ കളമെഴുത്തും പാട്ടും നടത്തുന്നത്. കല്ലാറ്റ് കുറുപ്പന്മാരാണ് നമ്മുടെ അവിടെ കളം എഴുതുന്നത്. പാരമ്പര്യമായി അവർക്ക് തന്നെയാണ് എൻ്റെ അവകാശം. കളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ ധാരിയാളത്തിലെ ആധികാരികമായിട്ട് പറയുന്നത് സ്വർണ്ണപ്പൊടി, പിന്നെ വെള്ളിപ്പൊടി, അഞ്ഞനപ്പൊടി, ഇങ്ങനെ 3 പൊടികളാണ് പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പൊടിക്ക് പകരം നമ്മൾ മഞ്ഞൾപ്പൊടി, വെള്ളിപ്പൊടിക്ക് പകരം അരിപ്പൊടി, അഞ്ഞനപ്പൊടിക്ക് പകരം കൃഷ്ണപ്പൊടി, ഇങ്ങനെ 3 വർണ്ണങ്ങളെ കൊണ്ട് 5 വർണ്ണങ്ങളാക്കണം. ഭദ്രകാളിയുടെ ധാരിക പദം കഴിഞ്ഞു വരുന്ന രൂപമായിരിക്കും ഈ ദിവസങ്ങളിലെല്ലാം 4 കൈകളോടുകൂടി വേതാളിപ്പുറത്തിരിക്കുന്ന രൂപമായിരിക്കും വരുന്നത്. പക്ഷേ താലപ്പൊലി ദിവസം 16 കൈകളോടുകൂടിയ ഉഗ്രരൂപിണിയായിട്ടിരിക്കും വരയ്ക്കുക. ആ ഒരു ചിത്രം കാണാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പിന്നെ കളമ്പാട്ടുകളെന്ന് വെച്ച് കളംപൂജ, തിരുവഴിച്ചത്. പിന്നെ 18-ാം ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് വീതിക്ക് തന്നെ സ്പെഷ്യലായിട്ടുള്ള കളം വരയ്ക്കും. പിന്നെ വേല ദിവസം നമ്മൾ 16 കൈ കളം വരയ്ക്കും. അതിപ്പോൾ വടക്കൻ ശൈലി പ്രകാരം ഇപ്പോൾ 8 കൈയിലും വരയ്ക്കുന്നുണ്ട്, 16 കൈയിൽ വരയ്ക്കാം. നമ്മുടെ മേൽശാന്തി ശ്രീനിവാസ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പൂജ, അതിനോടൊപ്പം തന്നെ കുറുപ്പ്, രാധാകൃഷ്ണ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പൂജ, അതിനുശേഷം ക്ഷേത്രത്തിലെ കോമരൻ സന്തോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം കളം കൈക്കൊള്ളുന്ന ഒരു ചടങ്ങാണ് ചെയ്യുന്നത്. വ്രതാനുഷ്ഠാനത്തോടുകൂടി നമ്മുടെ വളരിക്കര ഭഗവതിയുടെ മണ്ഡലം വൃശ്ചികം 1-ാം തീയതി തൊട്ട് തുടങ്ങുകയാണ്. ആ മണ്ഡലം പാട്ട് അവസാനിക്കാൻ നമ്മുടെ ജനുവരിയിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ വേല കൊണ്ടാടുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് നമ്മുടെ. അതുവരെ മണ്ഡലം പാട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ട് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉറുപ്പ് കളം വരച്ച് വെളിച്ചപ്പാട് കളം കയറിത്തുള്ളി അവസാനം കളംപാട്ടോടുകൂടി അവസാനിക്കുന്നതാണ് കളംപാട്ടിൻ്റെ ചടങ്ങ്. അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം പ്രദേശത്തുള്ള പല തറവാട്ടുകാരും അവരുടെ മക്കൾക്കും സൗഭാഗ്യത്തിനും മംഗല്യത്തിനും എല്ലാം വേണ്ടി ഇവിടെ കളമെഴുത്ത് പാട്ട് വഴിപാടായിട്ട് കഴിക്കുന്നു.
അത് വളരെ പ്രാധാന്യമുള്ളതും ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടി നടത്തുന്ന ഒരു വഴിപാടായിട്ടാണ് കണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിൽ കളമെഴുത്ത് പാട്ടിനോടെന്ന് വെച്ച് വലിയ ധാരാവതം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് നമ്മൾ മുഴുവനായിട്ടും ഭക്തർ കേൾക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറോളം സമയം എടുക്കും. പിന്നെ അത് ചെറുതാക്കി ചെറിയ രൂപത്തിലും പറയാം. അത് നമുക്ക് ഒരു അരമണിക്കൂറേ വരുള്ളൂ. അതായത് ഇപ്പം ഈ പൊടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ കളത്തിലെ ഒരുക്കുകളും ഉരുത്തോല, വിളക്ക്, പീഠം, വെള്ളരി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ വലിയ ധാര്യാദായം ചെറുധാര്യാദായം വിവരിക്കുന്നത്. എല്ലാ അമ്പലക്ഷേത്രങ്ങളിലും നടക്കുന്ന പ്രകാരം വളരിക്കര ഭഗവതി ക്ഷേത്രത്തിലും യാതൊരു മുടക്ക് വരുത്താതെയുണ്ട്. ഈ 4 ദേശത്തെ ഒട്ടകവാസികൾ അതിഗംഭീരമായി തന്നെ നടത്തി അതിൻ്റെ വേല കർമ്മങ്ങളും വൃത്തിയായിട്ട് തന്നെ ഇതുവരെ കൊണ്ടാടിയിട്ടുണ്ട്. ഇതിൽ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.